പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയ പ്രിയ അജയങ്കളുടെ കുടുംബത്തിന് വന്ദന അറിയിക്കുന്നു. സ്തോത്രം. കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയ സാറമ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏറിയ നാളുകൾക്ക് ശേഷം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പ്രിയ ഇന്ന് കാണുവാൻ ദൈവം സഹായം ചെയ്തവർ ദൈവത്തെ സ്തുതിക്കുന്ന എന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നാട്ടിലായിരുന്നപ്പോ എൻ്റെ അനേകം മാതാക്കളിൽ ഒരു മാതാവായിരുന്നു പ്രിയ അമ്മാമ്മ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻസും ഉണ്ട്. എൻ്റെ മാതാവ് വഴി പ്രിയ അമ്മാമ്മയുമായിട്ട് ഒരു റിലേഷനും ഉണ്ട്. സ്തോത്രം. എല്ലാവർക്കുമായിട്ട് വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. പലരുടെയും പേരുകൾ പറയണം എന്ന് എനിക്കുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ സമയമില്ല. എല്ലാവർക്കും പൊതുവായ വന്ദനങ്ങളെയും സ്നേഹങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. ശബ്ദത്തിന് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അറിയിക്കണമേ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പൊതുവെ ഇവിടുത്തെ നെറ്റ് കുറച്ച് നാളുകളായിട്ട് പ്രയാസത്തിലായിരിക്കുകയാണ്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മൾ ദൈവശബ്ദമാണല്ലോ കേൾക്കുന്നത്. സ്തോത്രം. അത് ഒരു തടസ്സം കൂടാതെ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ പ്രിയ ബീനാൻറ്റി, ആ ടൈം ആകുമ്പോൾ ഒന്ന് കൈ പൊക്കണേ. 5 മിനിറ്റ് 3 കൈ പൊക്കണേ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പ്രഭാതയാമത്തിലെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായിട്ട് യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 ഒന്ന് വായിച്ച് സഹായിക്കാമോ? ദ ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 1 വേഴ്സ് 4 and 5. ജെറമ്യ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയിരുന്ന മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുന്നേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. മതി. സ്തോത്രം. സ്തോത്രം. ഒരു അതേ അധ്യായത്തിലെ ഒരു വാക്യം കൂടി വായിച്ച് സഹായിക്കണം. 19-ാം വാക്യം. 1-ാം അധ്യായം 19-ാം വാക്യം. അവർ നിന്നോട് യുദ്ധം ചെയ്യും. 1:19. യെരമ്യാവ് 1:19. അവർ നിന്നോട് യുദ്ധം ചെയ്യും. നിന്നെ ജയിക്കുകയില്ല താനും. നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, നൽകപ്പെട്ട അങ്ങയുടെ വിശുദ്ധ വചനങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടത്, പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ടവരാൽ വായിച്ചു കേട്ടത് അങ്ങയുടെ ആത്മാവിനാൽ തന്നെ പറഞ്ഞ് ആലോചനകളെ കൈക്കൊള്ളുന്നു. കർത്താവെ, ജനത്തെ സൗഖ്യമാക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, ബലഹീനരെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങിയെന്നും ചലനമുണ്ടായെന്നും ജനങ്ങൾ അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞുവെന്ന് ഞങ്ങൾ വായിക്കുന്നു. ഇന്ന് പകല് ഒരു ആത്മചലനം ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നെറ്റ്വർക്കുകളെല്ലാം അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്, ജനത്തിന് വിടുതലിന് വേണ്ടിയാണ് കർത്താവെ. അങ്ങാണ് സകലത്തെ നിയന്ത്രിക്കുന്നത് കർത്താവെ. സഭയെ അനുഗ്രഹിക്കുന്നു. വചനം സംസാരിപ്പാനിടയെ ബലപ്പെടുത്തുമാറാകണം യേശു ക്രിസ്തു നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ എന്ന് നിങ്ങൾക്ക് തോന്നാം. ആമേൻ. സ്തോത്രം. എങ്കിലും ഞാനും ഈ ടോപ്പിക്ക് പലതവണ കേട്ടിട്ടുണ്ട്. പലതവണ ഈ പോർഷൻ വെച്ച് ഞാൻ വചനം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ നൽകി. വിശ്വാസത്തോടെ താഴ്മയോടെ ഞാൻ പഠിക്കുവാൻ തുടങ്ങി. ദൈവം പുതിയ കാര്യങ്ങൾ എന്നെ ദൈവം എന്നെ പുതിയ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുവാനിട വന്നു. സ്തോത്രം. അത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പെട്ടെന്നൊരു ഔട്ട്ലൈന് ഈ ജെരമ്യാവിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഞാൻ കർത്താവ് ഞാൻ ശരണപ്പെടുകയാണ്. ഈ ജെരമ്യാവ് വരുന്നത് സ്തോത്രം അതിന്റെ ആ ചരിത്രത്തിലേക്കൊക്കെ പെട്ടെന്ന് പറഞ്ഞ് ദൈവ ധ്യാനത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രധാനപ്പെട്ട 5-6 കൂട്ടം കാര്യങ്ങളാണ് ഈ 1-ാം അധ്യായത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. യെരമ്യാവ് വരുന്നത് എവിടെ നിന്നാണ്? സ്തോത്രം. ജെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം
ഒന്നാമത്തെ വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ. അപ്പൊ അവിടെ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ബെന്യാമിൻ ദേശത്തുള്ള അനാഥോത്തിൽ നിന്നാണ് യിരെമ്യാവിന്റെ വരവ്. സ്തോത്രം. എന്താണ് അനാഥോത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. പുരോഹിത കുടുംബങ്ങൾക്ക്, ലേവ്യ കുടുംബങ്ങൾക്ക് സ്ഥലം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ അതിൽ അനാഥോത്ത് എന്ന് പറഞ്ഞ ഒരു വില്ലേജ്, ഒരു ഗ്രാമം ഈ പുരോഹിത കുടുംബത്തിലെ അനാഥോത്തിന് കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം കുറിച്ചിട്ടിട്ട് നിങ്ങൾ വായിക്കുക, നിങ്ങളത് പഠിക്കുക. സ്തോത്രം. 1 ദിനവൃത്താന്തം 7-ാം അധ്യായം 8-ാം വാക്യത്തില് ആമേൻ, ഈ ലേവ്യ കുടുംബത്തിന് ആമേൻ സ്തോത്രം, ഈ പുരോഹിത കുടുംബത്തിന് സ്ഥലങ്ങൾ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഒരു കുടുംബത്തിന് കൊടുക്കുന്ന ആ സ്ഥലത്തിന്റെ പേരാണ് അനാഥോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തു. ആ വ്യക്തിയുടെ പേരിലാണ് പിന്നീട് ഈ അനാഥോത്ത് എന്ന് പറയുന്നതായ സ്ഥലം അറിയപ്പെടുവാൻ തുടങ്ങിയത്. സ്തോത്രം. ആമേൻ. അനാഥോത്ത് ഏകദേശം 2200 അടി ഭൂപരപ്പിൽ നിന്ന് ഉയരെയാണ് ഈ അനാഥോത്ത് സ്ഥിതി ചെയ്യുന്നത്. യെരുശലേമിൽ നിന്ന് ഏകദേശം 3 മൈൽ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്തോത്രം. ഈ അനാഥോത്തിന്റെ ആ ഉയർന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ യെരുശലേമിനെ കാണുവാൻ സാധിക്കും. സ്തോത്രം. അനാഥോത്തിന്റെ അർത്ഥം, എബ്രായ അർത്ഥം എന്ന് പറഞ്ഞാൽ ആൻസേഴ്സ് ടു പ്രയർ, പ്രാർത്ഥനകൾക്കുള്ള മറുപടി എന്നാണ് അനാഥോത്തിന്റെ അർത്ഥം. സ്തോത്രം. ഇതെല്ലാം മനസ്സിൽ കുറിച്ചിട്ടിട്ട് വേണം ആമേൻ തിരുവചനം നിങ്ങൾ കേൾക്കുവാൻ. സ്തോത്രം. അനാഥോത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. സ്തോത്രം. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ പറയട്ടെ. സ്തോത്രം. ചില അനാഥോത്തിൽ പാർക്കുന്നവരെ നോക്കി ദൈവത്തിന്റെ ആത്മാ പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന മറുപടി ഉണ്ട്. ദൈവം നിന്നെ പാർപ്പിച്ചിരിക്കുന്നിടത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. സ്തോത്രം. സ്തോത്രം. ദൈവമേ, എന്തിനാ എന്നെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്? ആമേൻ. ആമേൻ. ദൈവത്തിനാ പറയുന്നത്, ആമേൻ, ഒത്തിരി കഷ്ടപ്പെട്ട പാർക്കുന്നെങ്കിലും, ഒത്തിരി ഞെരുക്കത്തിലാ പാർക്കുന്നെങ്കിലും, ആമേൻ സ്തോത്രം. ഈ അനാഥോത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ ഇതില്ല, സ്പ്രിങ്സ് ഇല്ല, നീര് ഒഴുക്കുകളൊന്നും അനാഥോത്തിലില്ല. അതിന് പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, കുഴികൾ കുത്തി അതിനെ പ്ലാസ്റ്റർ ചെയ്ത് ആമേൻ സ്തോത്രം മഴവെള്ളം സംഭരിച്ചാണ് അവർ ജീവിക്കുന്നത്. സ്തോത്രം. യെരമ്യാവിന്റെ പുസ്തകത്തിൽ അതിലെ തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. സ്വാഭാവികമായ ആമേൻ സ്തോത്രം നീരൊഴുക്കുകളൊന്നും ഇല്ലെങ്കിലും അനാഥോത്തുകാർക്കൊരു പ്രത്യാശയുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. സ്തോത്രം. ഇന്ന് പകല് ദൈവജനത്തോട് ഞാൻ ഈ വചനം കൊണ്ട് പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർക്കുള്ള പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്കില്ലെങ്കിലും, സ്തോത്രം. സ്തോത്രം. എല്ലാവരെയും നോക്കിയല്ല പറയുന്നത്, മറ്റുള്ളവർക്കുള്ളത് പലതും എനിക്കില്ലല്ലോ എന്ന് ഓർത്ത് പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നീ ഭാരപ്പെടരുത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് നീരൊഴുക്കുകളുണ്ട്, എനിക്ക് നീരൊഴുക്കുകളില്ല എന്ന് കരുതി നീ ഭാരപ്പെടരുത്. സ്തോത്രം. ദൈവം തന്നതിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കി അവർക്ക് ഇന്നത് ദൈവമേ നീ കൊടുത്തു, എനിക്ക് കൊണ്ട് ഇത് ലഭിക്കുന്നില്ല എന്നുള്ള ചില പരിഭവങ്ങളെ നമ്മൾ ആത്മീയ ലോകത്തെ കേൾക്കാറുണ്ട്. സ്തോത്രം. അവർക്ക് ആ ഒരു പരിഭവം ഇല്ല. അവർക്ക് ദൈവം മറ്റൊരു വഴിയാ തുറന്നു കൊടുത്തത്, മഴവെള്ള സംഭരണികൾ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്നാൽ അവരുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ആദ്യം കേട്ടതുപോലെ അവർ പാർക്കുന്നിടത്ത് അവർക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഞങ്ങൾ പാർക്കുന്നിടത്ത് ആമേൻ നീരൊഴുക്കുകൾ ഇല്ലെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടെ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ കണ്ണുനീര് കേൾക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ചില
ചെറിയ ചെറിയ പരിഭവങ്ങളുടെ നടുവെങ്കിലും പ്രാർത്ഥന മുടക്കരുത്, കണ്ണുനീര് മുടക്കരുത്, നിലവിളി മുടക്കരുത്, മുഴങ്കാല് മടക്കുന്നത് നമ്മെ മുടങ്ങി പോകരുത്. ശക്തമായി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ബലപ്പെട്ടിരിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അനാഥത്വത്തിന്റെ സ്തോത്രം അടുത്ത പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, പ്രധാനപ്പെട്ട ചില വ്യക്തികൾ അനാഥത്വത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. 2 ശമൂവേൽ 23:27 സ്തോത്രം, ദാവീദിന്റെ പടക്കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അബിയേസർ അനാഥത്വത്തിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത്. 2 ശമൂവേൽ 23:27 ഒന്ന് ദിനവൃത്താന്തം 12:3 ഒരു യേഹൂവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹവും ശക്തനായ സ്തോത്രം ഒരു പോരാളിയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യെരൂശലേമിൽ നിന്ന് 3 മൈൽ അകലെയാണ്. 2200 സ്തോത്രം അടി ഉയരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നീരൊഴുക്കുകളൊന്നും ഇല്ലെങ്കിലും വീരന്മാർ അവിടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ടോ? നിങ്ങളുടെ ഭവനത്തിൽ നിന്നും കർത്താവ് എഴുന്നേൽപ്പിക്കും. ഈ ഉപവാസത്തിൽ ദൈവം പരാക്രമശാലികളെ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ ദൂത് കൈമാറുകയാണ്. സ്തോത്രം. സ്തോത്രം. ജയ സജി സ്തോത്രം. ജ്വൽ ആ ഡിവൈസിനെ നോക്കി, പ്രിയ ആന്റി, പ്രിയ മാതാവേ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. നിന്റെ ഭവനത്തിൽ നിന്ന് ദൈവം ശ്രേഷ്ഠന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൽ നിന്ന് ദൈവം പ്രാർത്ഥനയുടെ മറുപടിയായി സ്തോത്രം. സ്തോത്രം. അധികാരങ്ങളിൽ ഇരിക്കുന്നവരെ സ്തോത്രം, ശുശ്രൂഷയുടെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. 3 പേരെയാണ് പരിചയപ്പെടുത്തുന്നത്. 1 അബിയേസർ, 2 യേഹൂവും, 3 യെരമ്യാവ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥനക്ക് മറുപടിയുള്ള ഒരു ഭവനമാണോ? പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ള ഒരു ഗ്രൂപ്പാണോ? ഇന്ന് രാത്രികാലം സ്തോത്രം ഈ ഇൻഗ്രേസിനെ നോക്കി സ്തോത്രം, ബീനാൻഡി, പ്രിയ അജയങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങൾ കാണാൻ പോകിയ വീരന്മാർ എഴുന്നേൽക്കുന്നത്, പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നത് കാണാൻ കഴിയാണ്. സ്തോത്രം. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറില് സ്തോത്രം, കടങ്ങൾ മാറിയെങ്കിൽ, വിവാഹങ്ങൾ, കുഞ്ഞുങ്ങളെ കിട്ടിയെങ്കിൽ, ജോലി കിട്ടിയെങ്കിൽ, ദൈവം ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ദൈവത്തിന് വേണ്ടി പൊരുതുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ജോലിയോടൊപ്പം തന്നെ ശക്തമായ നിലകളിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരെ നിങ്ങൾ കാണാൻ പോകുകയാണ്. ചിലർ ഇപ്പോൾ ചെയ്യുന്ന ജോലി വേണ്ട എന്ന് വെച്ച് ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ചില തലമുറകൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കത്തക്ക രീതിയിൽ എഴുന്നേൽക്ക് നിങ്ങൾ കാണാൻ പോകുക. നിങ്ങളുടെ സഭകളിൽ നിന്ന് പ്രവാചകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇതൊന്നും പറയുവാനല്ല ഞാൻ ഇരുന്നത്. അനാഥോത്ത് യെരമ്യാവിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറയുവാനായിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, ഈ ഫാസ്റ്റിംഗ് പ്രയറിലെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു അനാഥോത്തുണ്ട്. യെരമ്യാവിനെ പുറത്തു കൊണ്ടുവരുന്ന അനാഥോത്തുണ്ട്. അബിയേസറിനെ പുറത്തു കൊണ്ടുവന്ന ഒരു അനാഥത്വമുണ്ട്. യേഹുവിനെ പുറത്തു കൊണ്ടുവന്ന ഒരു അനാഥത്വമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് പകൽ പറയട്ടെ, എന്റെ ഭവനത്തിൽ നിന്ന് യെരമ്യാവുമാർ എഴുന്നേൽക്കാൻ പോകുകയാണ്. എന്റെ ഭവനത്തിൽ നിന്നും അബിയേസർമാർ എഴുന്നേൽക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ പറ, എന്റെ സഭയിൽ നിന്നും യേഹുമാർ എഴുന്നേൽക്കാൻ പോകുകയാണ്. എന്റെ സഭയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുന്നു. സ്തോത്രം. സ്തോത്രം. കൊച്ചുമക്കളില് എത്ര പേര് ഏറ്റെടുക്കും? കൊച്ചുമക്കളില് പ്രവചന ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക. കൊച്ചുമക്കളില് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഗ്രാൻഡ് ചിൽഡ്രൻസ്. സ്തോത്രം. കൊച്ചുമക്കൾ ശുശ്രൂഷകളിലേക്ക് കടന്നു പോവുകയാണ്. എന്താണ് യെരമ്യാവിന്റെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന അനുഭവത്തിലേക്ക് ഞാൻ കടന്നു പോകുക. സ്തോത്രം.
ജെറമിയെ കുറിച്ച് എന്താണ് ഞാൻ ഒരു ലൈൻ ബൈ ലൈനായിട്ടാ പറയാൻ ആഗ്രഹിച്ചെങ്കിലും ആ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഇട്ട് തരുന്ന ഫ്ലോ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുക. ഈ ജെറമ്യ ഒരു യൂത്ത അല്ലേ? സ്തോത്രം. ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ ആ ടോപ്പിക്കിലേക്ക് വരാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ആത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. ചെറുപ്പക്കാരെ നിങ്ങൾ കാണാൻ പോകുക. ചെറുപ്പക്കാരെ, യൂത്ത് സ്തോത്രം ഉയർന്നു വരുന്ന കാണാൻ പോകുകയാണ്. ശാലാധാരാമ ശക്തമായി പ്രവർത്തിച്ചോണം. നിങ്ങളുടെ യൗവനത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. സഭയിലെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ദൂത് കൈമാറാൻ പറയുന്നു. സ്തോത്രം. ചിലർ ശുശ്രൂഷയോട് കൂടെ ദൈവസഭയിൽ കയറി വരാൻ പോകുകയാണ്. ശുശ്രൂഷകളോട് കൂടെ സഭയിൽ കയറി വരാൻ പോകുകയാണ്. സാധാരണയായി നമ്മൾ കാണുന്നത് നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്നു, രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, നമ്മൾ പഠിപ്പിക്കുന്നു, പിന്നീട് അങ്ങനെ ശുശ്രൂഷയിൽ വരുന്നതാണെന്നത്. എന്നാൽ ദൈവത്തിന് ഇങ്ങനെ എന്നോട് പറയുന്നത്, സ്തോത്രം, ശുശ്രൂഷ പ്രാപിച്ച് നിങ്ങളോട് ചേരാൻ പോകുക. ഞാൻ വേഗം മുന്നോട്ട് കടന്നു പോകട്ടെ. സ്തോത്രം. അപ്പോ സ്തോത്രം, ഇത്രയും കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് സ്തോത്രം ഈ യെരമ്യാവിനെ കുറിച്ച് ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വിഷയം ഇതാണ്. നമ്മൾ വായിച്ചത് 4-ാം വാക്യത്തിൽ, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ. സ്തോത്രം. അതിനു മുൻപ് ഈ യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. സ്തോത്രം. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ യെരമ്യാവിന്റെ വചനങ്ങൾ. അവൻ യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. സ്തോത്രം. നോക്കണമേ, ഹല്ലേലൂയ. അവനോട് ദൈവം ഇടപെടാൻ തുടങ്ങുക. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. ദ വേർഡ് ഓഫ് ജെറമ്യ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, യെരമ്യാവിന്റെ വചനങ്ങളും ഉണ്ട്. ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. ജെറമ്യാവിന്റെ വചനങ്ങളും ഉണ്ട്. രണ്ടാമത് പറയുന്നത് യഹോവയുടെ അരുളപ്പാടും ഉണ്ട്. ഇതെല്ലാ പ്രവാചകന്മാരുടെ പുസ്തകത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാവ്, യെരമ്യാവ്, ഇങ്ങനെയുള്ള എല്ലാ പ്രവാചകരുടെ പുസ്തകത്തിലും പ്രവാചകന്മാരുടെ വാക്കുകളുമുണ്ട്, ദൈവം കൊടുക്കുന്ന ശബ്ദവുമുണ്ട്. സ്തോത്രം. ഇത് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രികാലം എന്തിനാണ് ഈ ഒരു ടോപ്പിക്ക് വന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ. സ്തോത്രം. ബിജോയ് പാസ്റ്റർ പറഞ്ഞു യെരമ്യാവിന്റെ വചനങ്ങൾ. കേട്ടോ? സ്തോത്രം. നമ്മൾ സാധാരണ പറയുന്നതാണ്, ദൈവം എന്നോട് പറയുന്നു. സ്തോത്രം. എന്നാൽ തിരിച്ചു ഒരു ഇതുണ്ട്. ബിജോയ് പറഞ്ഞു, ബീന, അജയ്, ആന്റി പറഞ്ഞു. സ്തോത്രം. കേട്ടോ? സ്തോത്രം. നമ്മള് എബി പാസ്റ്റർ പറഞ്ഞതുപോലെ. യു ഗോട്ട് ഇറ്റ്? സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകനും ഒരു മഹത്വമുണ്ട്, ദൈവത്തിന് ഒരു മഹത്വമുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കൊരു മഹത്വം കിട്ടിയാൽ ആ മഹത്വം ദൈവത്തിനാണ്. പക്ഷെ സ്തോത്രം, ഇന്ന ദൈവ പൈതല് പറഞ്ഞതുപോലെ സംഭവിച്ചു. അതാ യെരമ്യാവിന്റെ വചനങ്ങൾ. സ്തോത്രം. ദ വേർഡ് ഓഫ് ജെറമ്യ ഉണ്ട്, ദ വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. സ്തോത്രം. അത് 2-ാം വാക്യത്തിൽ ടു ഹൂം ദ വേർഡ് ഓഫ് ദ ലോർഡ്. സ്തോത്രം. രണ്ട് കാര്യമാണ് പറയുന്നത്. ദ വേർഡ് ഓഫ് ജെറമ്യ, second, to whom the word of the Lord. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് എത്ര പേര് ഗ്രഹിക്കുന്നു? ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ശബ്ദം ദേശം കേൾക്കാൻ പോകുകയാണ്. ചില ദിക്കുകളിൽ നിന്നും നിങ്ങളത് കേൾക്കാൻ പോകുന്നു. സ്തോത്രം. ഇന്ന ദൈവദാസൻ പറഞ്ഞ ദൂത് പോലെ, ഇന്ന ദൈവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ വചനം പോലെ, ഇന്ന ദൈവദാസി സ്തോത്രം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ വചനം പോലെ സംഭവിച്ചു. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് സ്തോത്ര സമൂഹം വിലയിടാതിരുന്നപ്പോൾ ഈ ദിവസങ്ങൾ ശുശ്രൂഷകൾക്ക് ദൈവം വില കൽപ്പിക്കാൻ പോകുകയാണ്. ആധാര ദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും കടലുകൾ താണ്ടിയും സ്തോത്രം. ഹല്ലേലൂയ. കൈമാറിയ ദൂതുകളുടെ ശ്രേഷ്ഠതകൾ കൈക്കൊള്ളുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് തയ്യാറായിരിക്കുന്നു?
ഇരിപ്പുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഹോ ഹല്ലേലൂയ. ആമേൻ ആമേൻ. 4 കൂട്ടം കാര്യങ്ങളാണ് യിരെമ്യാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒന്ന്, ആമേൻ സ്തോത്രം, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, 4-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ആമേൻ സ്തോത്രം, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. അപ്പൊ അതിൻ്റെ തന്നെ 2 കാര്യമുണ്ട്. ഉരുവാക്കിയതും ദൈവം, അറിഞ്ഞതും ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മൂന്നാമത്തെ വിഷയം, നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ആമേൻ. സെറ്റ് അപ്പാർട്ട്. ആമേൻ സ്തോത്രം. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവം. ഒന്നുകൂടി ഞാൻ പറയാം. നമ്മളെ സ്തോത്രം ഉരുവാക്കിയ ദൈവം, നമ്മളെ അറിയുന്ന ദൈവം, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവം. അടുത്തത്, ഞാൻ നിന്നെ ആമേൻ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ. എത്ര കൂട്ടം കാര്യങ്ങൾ നമ്മൾ കണ്ടു. സ്തോത്രം. ഉരുവാക്കിയ ദൈവം നമ്മളെ അറിയുന്ന ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിക്കുന്നത് ജാതികൾക്കൊരു ശുശ്രൂഷകനായിട്ട്. എത്ര പേരെ ഏറ്റെടുക്കുകയാ? ചൂടാപാറാവ ശാന്തന. ആമിസോ കഴിഞ്ഞ ദിവസങ്ങളിലെ ആമിസ്വത്രം പ്രിയ ആമിസോ ബി എൻ സിസ്റ്റർ എന്നെ വിളിച്ചു, ശുശ്രൂഷകളെ ചെയ്യാമോ ചോദിച്ചു. ഞാൻ അന്ന് പ്രാർത്ഥിക്കുക, എന്താ പറയേണ്ടത്, ഏത് വിഷയമാണ് എടുക്കേണ്ടത്? പ്രോസ്പെരിറ്റി പറയണമോ, രോഗം മാറാൻ പോവാന്ന് പറയണമോ, കടഭാരം മാറാൻ പോവോ? ഇതൊക്കെ ഞെട്ടിപ്പോൾ എന്നോട് കർത്താവിനാ പറഞ്ഞത്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവനാമത്തിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തവർ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ്. സ്തോത്രം. നോക്കണമേ, അനാഥോത്തിൽ നിന്നും ആമേൻ സ്തോത്രം. ആമേൻ. അധികമാരും ചെല്ലാത്ത, അധികമാരും കാണാത്ത, ഇതൊരു മരുഭൂമി പോലെയാണ്. ഇതൊരു കാട് കയറിയ സ്ഥലം പോലെയാണ് ഈ അനാഥോത്ത് എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ നിന്നും ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചപ്പോൾ, ആമേൻ സ്തോത്രം, ഇരമ്യാവ് ആഗ്രഹിച്ചത് തന്റെ സ്ഥലത്ത് അനാഥോത്തില്, ആ ഗ്രാമത്തില് പാടിയും പ്രാർത്ഥിച്ചും ഒരു പ്രാർത്ഥന കൂട്ടമൊക്കെ നടത്തി, ഒരു കൊച്ചു കൺവെൻഷനൊക്കെ നടത്തി അവരുടെ ഇടയിലൊക്കെ ആളായി നിൽക്കാമെന്നാ കരുതിയത്. പക്ഷെ ദൈവനോട് പറഞ്ഞു, ഞാൻ അതിനെ ജാതികൾക്ക് പ്രവാചകനാക്കുകയാണ്. ചിലരങ്ങനാണ്, ഞാൻ ഇവിടൊക്കെ അങ്ങ് ഒതുങ്ങിക്കോളാം, ഞാൻ പത്തനാപുരത്ത് ഒതുങ്ങിക്കോളാം, ഞാൻ തിരുവനന്തപുരത്ത് ഒതുങ്ങിക്കോളാം. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാനും ആഗ്രഹിച്ചത് ഞാൻ അടൂർ അങ്ങ് ഒതുങ്ങിക്കോളാം. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, നീ അടൂർ ഒതുങ്ങാനുള്ളതല്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ചിലരുടെയൊക്കെ ആഗ്രഹം, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഒരു കൊച്ചു സഭയും ഒരു 10-20 പേര്, 100 പേരും, പിന്നെ സ്തോത്രം ഒരു ചർച്ചും, ഇങ്ങനെയൊക്കെ മതി. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇന്നത്തെ ആ നിയമനം എത്ര പേര് പ്രാപിക്കുന്നുണ്ട്? സ്തോത്രം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒന്നും ഞാൻ തൊടുന്നില്ല. ഉരുവാക്കിയതും ആമേൻ സ്തോത്രം, അറിഞ്ഞതും വിശുദ്ധീകരിച്ചതും നിയമിച്ചതും ഒന്നും ഞാൻ തൊടുന്നില്ല. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ മാത്രമേ ഞാൻ തൊടത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ യിരെമ്യാവ് പറയുവാണ്, എന്താ പറയുന്നത്? എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ യിരെമ്യാവിന്റെ ഈ 1-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ പറയുന്നത് റെലക്റ്റന്റ് പ്രോഫറ്റ് എന്നാ പറയുന്നത്. എതിര് പറയുന്ന, ദൈവ നിയമനത്തിനെതിരെ, ദൈവ നിയോഗത്തിനെതിരെ തടസ്സം പറയുന്ന ഹല്ലേലൂയ ഒരു യിരെമ്യാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കാലഘട്ടം നേരെ തിരിച്ചാണ്. ആമേൻ. പ്രാപിച്ചോ എന്ന് പറയുമ്പം പ്രാപിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. സ്തോത്രം. ഞാൻ റെഡിയാണെന്ന് എവിടെ പോകാനും. ആമേൻ. പലരും ആമേൻ തെറ്റിദ്ധരിക്കല്ലേ, ഈ പലരും കൃപ പ്രാപിക്കുന്നത് ആമേൻ സ്തോത്രം ദൈവത്തിനോട് കഷ്ടം സഹിക്കാനൊന്നുമല്ല, നേട്ടങ്ങളെ കണ്ടുകൊണ്ടാണ്. ഏറെക്കുറച്ച് എല്ലാവരും നേട്ടങ്ങളെ കണ്ടുകൊണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇതിന്റെ കഷ്ടങ്ങൾ വരുമ്പം ആമേൻ ഇവര് കിടന്ന് നിലവിളിക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരുമ്പോ സഭ മാറും. ആമേൻ. കോട്ടങ്ങൾ വരുമ്പോ സഭ മാറും. ഓ, അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. സ്തോത്രം. ഒക്കെ സൂക്ഷിച്ചു. സ്തോത്രം. ഇതിന്റെ നേട്ടമുണ്ടോ? നേട്ടമുണ്ട്. കഷ്ടങ്ങളുണ്ടോ? കഷ്ടങ്ങളുമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. നോക്കിയ യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ ആമേൻ മറ്റൊരോടും പറഞ്ഞിട്ട് ശ്രേഷ്ഠ വിളി യെരമ്യാവിന്റെ ജീവിതത്തിൽ വന്നപ്പം യെരമ്യാവ് പറയുക,
അയ്യോ ദൈവമേ, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. സ്തോത്രം. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ഈ അനാഥോത്തരൊക്കെ ഒരു പുരോഹിതനായിട്ട് നിന്നോളാം. എന്റെ അപ്പനാരാ? അനാഥോത്തിലെ പുരോഹിതൻ മറി ഹിൽക്കിയാവിന്റെ മകനാ. എന്റെ പപ്പ പുരോഹിതനാണ്. അതിന്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ വന്ന് തൽമുത്തൊക്കെ വായിച്ച് തോറയൊക്കെ വായിച്ച് ഞാൻ അങ്ങനെ പൊയ്ക്കോളാം. സ്തോത്രം. ഹല്ലേലൂയ. ഉപദേശിച്ചൊക്കെ പൊയ്ക്കോളാം. പക്ഷെ ദൈവം പറയുകയാണ്, അപ്പന്റെ പുറകെ പോകാനല്ല, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചിരിക്കുക. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേര് അതിനായിട്ട് തയ്യാറുണ്ട്? യിരെമ്യാവിനെ പോലെ ആ ദൗത്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഭയമുണ്ടാകാം. ചെറിയ കാര്യമല്ല ദൈവം പറഞ്ഞത്. ഞാൻ തന്നെ എന്താക്കുന്നു? ജാതികൾക്ക് സ്തോത്രം പ്രവാചകനാക്കുന്നു, ജാതികൾക്ക് പുരോഹിതനാക്കുന്നു എന്നല്ല പറഞ്ഞത്, ജാതികൾക്ക് പ്രവാചകനാക്കുന്നു. ആ ദൗത്യത്തെ കുറിച്ച് കേട്ടപ്പോൾ ഉള്ള ഒരു എന്റെ ഭാഷ പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഭയമൊക്കെ ഉണ്ടായി. സ്തോത്രം. ആമേൻ. ഞാൻ ഇവിടെ കടന്നു വന്ന ശേഷം അനേക ദൈവദാസന്മാരുടെ ദൂത് കേട്ട് അജയങ്ങളെ ഞാൻ സത്യം പറഞ്ഞാൽ ആ ദൂത് കേട്ടപ്പോൾ ഞാൻ വിറച്ചുപോയി. സ്തോത്രം. ഇപ്പോഴും ഞാൻ കുറച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാനും ഈ യിരെമ്യാവ് പറയുന്നത് പോലെ ഈ ദൈവിക ദൂത കേൾക്കുമ്പോൾ, അല്ല ദൈവം ഞാൻ ഇച്ചിരി അല്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഓരോ അടയാളങ്ങളും ജോലി ചെയ്ത സ്ഥലത്താകട്ടെ, യാത്ര ചെയ്യുമ്പോൾ ആകട്ടെ, ഓരോ വ്യക്തികളോട് ഇടപെടുമ്പോൾ ആകട്ടെ, എനിക്കത് മനസ്സിലാക്കുവാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും പറഞ്ഞത് ദൈവം അത് നിവർത്തിക്കും. പ്രൈസ് ഗോഡ്. കർത്താവിനോട് പറഞ്ഞതായ ആലോചനകൾ ഓർമ്മ ദൈവം അത് എങ്ങനെ നടക്കും? എനിക്ക് ഭാഷ അറിയത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ എങ്ങനെങ്കിലും ഒരു ട്രാൻസ്ലേറ്ററെ കണ്ടുപിടിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ശുശ്രൂഷിക്കാം. പക്ഷെ അതല്ല എന്നോട് പറഞ്ഞേക്കുന്നത്. സ്തോത്രം. എന്നോട് പറഞ്ഞത് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ നിന്നെ ശുശ്രൂഷിപ്പിക്കുമെന്നല്ല എന്നോട് പറഞ്ഞേക്കുന്നത്. അതിനും ഒരല്പം കൂടിയ എന്നോട് സ്തോത്രം ദൈവാലോചന പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ബീനാൻഡിക്കൊക്കെ അത് ഓർമ്മയുണ്ടാകാം. സ്തോത്രം. റാന്നിലെ ജെയ്സൺ പാസ്റ്റർ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഇരുന്ന് സ്തോത്രം ജെയ്സൺ പാസ്റ്റർ കാണാൻ വേണ്ടി തലയിലൊക്കെ കൈവച്ച് സ്തോത്രമൊക്കെ പറഞ്ഞെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ നെഞ്ചങ്ങ് തിരുമുവാ. എന്റെ നെഞ്ച് ഞാൻ തിരുമുവാ. എന്റെ ദൈവം ഇത് എന്നോട് തന്നെയാണോ പറഞ്ഞത്? സ്തോത്രം. ഇത് എന്നോട് തന്നെ ആണോ പറഞ്ഞത്? സ്തോത്രം. ഇന്ന് പകല് ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ, ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. ചിലരെല്ലാം ഞാൻ റെഡിയാന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ മൂക്കും കുത്തി കിടക്കുന്നേ നമ്മൾ കാണുന്നേ. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവമേ പറഞ്ഞത് അങ്ങാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷെ അത് എന്നോട് തന്നെ ആണോ? സ്തോത്രം. ഇന്ന് രാത്രി ഇത് എന്തിനാ ഭാഷ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിന്റെ അകത്ത് ഇങ്ങനെ നെഞ്ച് തിരുമുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. സ്തോത്രം. ഇത് എന്നോട് തന്നെയാണോ? എന്നെ കൂടി ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുക, അനാഥോത്തിൽ ഒതുങ്ങാനല്ല യിരെമ്യാവേ നിന്നെ കണ്ടത്. ദൈവത്തിന് നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിക്കുവാനുണ്ട്. സ്തോത്രം. ഇനിയും സ്തോത്രം. ഈ യിരെമ്യാവിന്റെ ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിച്ച് ഒരു വിഷയം പഠിച്ചാണ് നമ്മൾ ഈ ദൂതിലേക്ക് കടന്നു വരുന്നത്. സ്തോത്രം. എന്ത് രാജന്മാരുടെ കാലഘട്ടത്തിലാണ് യിരെമ്യാവ് ശുശ്രൂഷ ചെയ്ത്? ഒന്ന് യോശിയാവിന്റെ കാലഘട്ടത്തിൽ. ഈ യോശിയാവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്തോത്രം പറയുന്നത് കിങ് ജോഷിയ വാസ് വൺ ഓഫ് ദ ബെറ്റർ കിങ്സ് ഓഫ് ജൂദ. യഹൂദയിലെ ഏറ്റവും നല്ല സ്തോത്രം രാജാവായിരുന്നു യോശിയാവ്. സ്തോത്രം. ഹല്ലേലൂയ. യോശിയാവ് നമ്മൾ കണ്ടില്ലേ? യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് വലിയ റിഫോർമേഷൻ നടത്തിയ ഒരു രാജാവാണ് സ്തോത്രം യോശിയാവ് എന്ന് പറയുന്നത്. ഇസ്രായേലിനെ ശുദ്ധീകരിച്ചു, ബിംബങ്ങളെ തച്ചുടച്ചു, അശേര പ്രതിഷ്ഠകളെ തകർത്തു, അന്യാരാധനകളെ മാറ്റി ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന ഒരു രാജാവാണ് യോശിയാവ് രാജാവ്. ഈ രാജാവിന്റെ കാലഘട്ടത്തിൽ യിരെമ്യാവിന്റെ ശുശ്രൂഷ വളരെ ബെറ്റർ ആയിരുന്നു. ഭയങ്കര കാര്യം യോശിയാവിന്റെ പിന്തുണയുണ്ട്. സപ്പോസ് ഇപ്പം സ്തോത്രം നമ്മുടെ കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണാധികാരി മിനിസ്ട്രിക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. സ്തോത്രം. നമുക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ? പ്രൈസ് ഗോഡ്. കൺവെൻഷൻ നടത്താൻ അനുവാദം തരുന്നു, വലിയ മീറ്റിംഗ് വെക്കുവാൻ തരുന്നു, മതപരിവർത്തനത്തിന്
സ്തോത്രം ജീവിതങ്ങളെ സ്തോത്രം ദൈവത്തെങ്കിലൊക്കെ തിരിക്കുവാൻ അതിൽ നിന്ന് എതിര് പറയാത്തൊരു ഭരണകൂടം. എല്ലാവർക്കും സന്തോഷമല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ സ്തോത്രം. നല്ലൊരു ഭരണമാണ്. എന്നാൽ മറ്റൊരു ഭരണം വരുന്നു, ഇതിനൊക്കെ വിരോധമായിട്ട് വലിയ മതപീഠ അഴിച്ചുവിടുന്നു. സ്തോത്രം. അവിടെ നാം എന്ത് ചെയ്യും? യോശിയാവിന്റെ കാലഘട്ടത്തിൽ യിരെമ്യാവ് സ്വതന്ത്രമായി ഫ്രീ ആയിട്ടാണ് ശുശ്രൂഷിച്ചത്. എന്നാൽ യോശിയാവിന് ശേഷമല്ല, യെഹോയാക്കീം, സെദെക്കിയാവ് എന്നിവരുടെ കാലഘട്ടം വളരെ ടഫായിരുന്നു. സ്തോത്രം. രണ്ട് കാലഘട്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാലഘട്ടം സ്തോത്രം സ്വതന്ത്രമായി ശുശ്രൂഷിക്കുന്ന കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 സ്തോത്രം വളരെ വളരെ കഷ്ടതയുടെ കാലഘട്ടമാണ്. സ്തോത്രം. ഈ രണ്ട് കാലഘട്ടത്തിലും യെരെമ്യാവ് ഉറച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാലഘട്ടത്തിൽ, അതായത് യെഹോയാക്കീമിന്റെ സെദെക്കിയാവിന്റെ കാലഘട്ടം കടന്നു വന്നപ്പോൾ യിരെമ്യാവ് കാവൽപുര മുറ്റത്ത് കിടക്കുകയാണ്. സ്തോത്രം. അവനെ ഒരു പിറ്റിനകത്ത് സ്തോത്രം എന്താ പറയാ, ഒരു കുഴിക്കകത്ത് അവനെ ഇട്ടിരിക്കുകയാണ്. സ്തോത്രം. കുഴിക്കകത്ത്, കാവൽപുര മുറ്റത്ത്. സ്തോത്രം. അപ്പൊ രണ്ട് ശുശ്രൂഷ കാലഘട്ടം. ഒന്ന് സ്വതന്ത്രമായി ശുശ്രൂഷിക്കുന്നു. രണ്ട് ശുശ്രൂഷകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അത് ഭരണ സംബന്ധമായിട്ടായിരിക്കാം, ശാരീരിക സംബന്ധമായിട്ടായിരിക്കാം. പ്രൈസ് ലോർഡ്. നമ്മൾ കേട്ടിട്ടില്ലേ, ചില സഭകളിൽ ശുശ്രൂഷിക്കുമ്പോൾ വളരെ ഫ്രീ ആയിരിക്കും, ചില സഭകളിൽ ശുശ്രൂഷിക്കുമ്പോൾ വളരെ ടൈറ്റ് ആയിരിക്കും. ദൈവം സഹായിച്ച് 4-5 സഭകളില് ഞാൻ നാട്ടില് എനിക്ക് ഇരിപ്പാൻ ഇട വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ഒരു ചർച്ചയാണ് കൊട്ടാരക്കര. ഫ്രീ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പോരാട്ടവും ഇല്ല. അടുത്ത ചർച്ചിൽ പോയപ്പം പോരാട്ടത്തോട് പോരാട്ടം. അടുത്ത ചർച്ചിൽ പോയപ്പം ഒരു കുഴപ്പവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ചില ചർച്ചകൾ ചെല്ലുമ്പം ഭയങ്കര ടൈറ്റ് ആയിരിക്കും. സ്തോത്രം. ചില ചർച്ചകളിൽ അവർ നമുക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും. ചില സഭകളിൽ പോകുമ്പോൾ ഒരു സപ്പോർട്ടും കാണത്തില്ല. പാസ്റ്റർ വേണേ ശുശ്രൂഷിച്ചോണം, പാസ്റ്റർ വേണേ ഭവനെ സന്ദർശിച്ചോണം, ആരും സപ്പോർട്ടില്ല. പക്ഷെ ഇതിനെല്ലാം നടുവിലും യിരെമ്യാവിനെ പോലെ യോശിയാവിന്റെ കാലഘട്ടത്തിലും സ്തോത്രം ടഫായിരുന്ന കാലഘട്ടത്തിലും യിരെമ്യാവ് ഉറച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഓ ജീസസ്. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തെ ഉറപ്പിക്കുക കേട്ടോ. ശുശ്രൂഷയിലും വിശ്വാസ ജീവിതത്തിലും എപ്പോഴും വിശ്വാസ ജീവിതം ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നല്ല ഫ്രീ ആയിരിക്കും. ഒരു ടെൻഷനും കാണത്തില്ല. പ്രാർത്ഥിക്കാൻ നല്ല അന്തരീക്ഷം കാണും, ഉപവസിക്കുവാൻ അന്തരീക്ഷം കാണും. ചില സമയത്ത് നമ്മുടെ ഈ സ്പിരിച്വൽ കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രഷറുകൾ വരാം. തളർന്നു പോകരുത്. എന്റെ കൂടെ പ്രാർത്ഥിപ്പാൻ ആരുമില്ല, എന്റെ കൂടെ ആരാധിപ്പാൻ ആരുമില്ല എന്ന് കരുതി പതറിപ്പോകരുത്, എന്ന് കരുതി ക്ഷീണിച്ചു പോകരുത്. അവരല്ല നമ്മളെ വിളിച്ചത് പരമവിളിയാണ്, ഉന്നതമായ വിളിയാണ്. സ്തോത്രം. ഒരു പോട്ടർ, ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുമ്പോൾ ആ കളിമണ്ണ് ചക്രത്തിൽ വെക്കുന്നതിന് മുൻപ് ആ കുശവന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ആ പ്ലാൻ പോലെ ആ പാത്രം പുറത്ത് വരത്തുള്ളൂ. അതാണ് നിന്നെ ഉരുവാക്കിയതിന് മുൻപേ നിന്നെ അറിഞ്ഞെന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കൺസീവ് ആയപ്പോൾ സ്തോത്രം ദൈവം അറിഞ്ഞിട്ടാണ് കൺസീവ് ആയത്. ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുക കേട്ടോ. സ്തോത്രം. ഞാനും നിങ്ങളും അമ്മയുടെ ഉദരത്തിൽ കൺസീവ് ആയപ്പോൾ നമ്മളെ അറിഞ്ഞ ദൈവം നാം എന്തായി തീരണമെന്നും ദൈവത്തിന് വേണ്ടി എന്തായി തീരണമെന്നും അറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് സ്തോത്രം ഇന്ന് ഈ 53 പേര് ഈ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്നത്. മനസ്സിലായവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 53 പേര് സ്തോത്രം ഇന്ന് ഈ സൂം മീറ്റിംഗിൽ വന്നത് നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ കൺസീവ് ആകുന്നതിന് മുൻപും നിങ്ങളൊരു ജീവനുള്ള പിണ്ഡമായി വരുന്നതിന് മുൻപ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തായി തീരണമെന്ന്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി എന്തായി തീരണമെന്നും ക്രിസ്തുവിന്റെ മാസ്റ്റർ പ്ലാനിൽ പെട്ടതായതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പേര് വന്നിരിക്കുന്നത്. ഈ ഭൂലോകത്ത് ആരാധിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും ആ പദവിയിൽ വന്നിരിക്കുന്നത് അറിഞ്ഞ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ യിരെമ്യാവിന്റെ പുസ്തകത്തില്
പ്രൈസ് ഗോഡ്. യിരെമ്യാവിനോട് ദൈവം ചോദിക്കുന്നുണ്ട്. 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നമുക്കിങ്ങനെ വായിക്കുന്നത്, ആമേൻ സ്തോത്രം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുക കേട്ടോ. അപ്പൊ ദൈവം ചോദിക്കുക, നീ എന്ത് കാണുന്നു? ശുശ്രൂഷയുടെ തുടക്കം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കാഴ്ചപ്പാടാ, വിഷൻ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ പറയട്ടെ, ആമേൻ സ്തോത്രം, ആമേൻ, ഒരു 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 അകമേ ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം, ഒരു ഹൃദയ ദൃഷ്ടി ഉണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിനൂടെ ഇറങ്ങാന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി ഇറങ്ങുകയല്ല. ദൈവം ചോദിക്കാം, നീ എന്ത് കാണുന്നു? നീ എന്ത് കാണുന്നു? ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു അതോ. യിരെമ്യാവിനെ മറുപടി നോക്കിക്കേ. ആമേൻ, എന്ത് കാണുന്നു ചോദിക്കുമ്പോൾ യിരെമ്യാവിന്റെ മറുപടി, ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് യിരെമ്യാവ് പറയുക. കൊമ്പ് പോലെ കാണുന്നു എന്നാ പറഞ്ഞത്? അല്ല. സ്തോത്രം, വ്യക്തതയുള്ള ഒരു വിഷൻ. ഇന്ന് പകൽ ആമേൻ ദൈവാത്മാവിനെ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ നിയോഗിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി ഇറക്കുന്നത് ആമേൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്, ആമേൻ സ്തോത്രം, തിരുവചനത്തിന്റെ ഇൻസൈറ്റുകളിലെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടില് ഒരു വ്യക്തത നൽകിയ ദൈവം നമ്മളെ ഇറക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ആമേൻ. അതിന്റെ അർത്ഥം, ആമേൻ, കർത്താവ് പറയാണ്, ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവ അവനോട് പറയുകയാണ്, നീ കണ്ടത് ശരി തന്നെ. കണ്ടോ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോ കർത്താവ് പറയാം, നീ കണ്ടത് കറക്റ്റാ. ലോകം പറയും തെറ്റുണ്ടെന്ന് പറയും, പക്ഷെ കർത്താവ് പറയാം, നീ കണ്ടത് കറക്റ്റാണ്. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ആദ്യത്തെ വാക്ക് ഇതാണ്, ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. ആമേൻ സ്തോത്രം. കാണേണ്ടത് പോലെ കണ്ടാൽ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കാണാൻ റെഡിയായാൽ, ദൈവത്തിന് അതിന്റെ ഒരു മറുപടി കേട്ടോ. ആമേൻ. ദൈവം ചോദിക്കുന്നത്, നീ മറുപടി ദൈവം പ്രതീക്ഷിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന മറുപടി കൊടുത്തു കഴിയുമ്പോൾ, ദൈവം പറയാണ്, ഞാൻ എന്റെ വചനം നിവർത്തിക്കാൻ പോകുക. യെസ്, ഈ ദിവസം ദൈവം നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, നമ്മുടെ ആൻസേഴ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള. ദൈവം ചോദിക്കുന്നു, എന്ത് കാണുന്നു? ഇപ്പം യിരെമ്യാവ് പറയാ, ഞാനൊരു മാവ് കാണുന്ന പറഞ്ഞ സംഗതി പോയി. ദൈവം കാണിച്ചത് ബദാം വൃക്ഷമാ കാണിച്ചത്. അതുപോലെ പറഞ്ഞാൽ, ദൈവം നമുക്ക് തരുന്ന വെളിപ്പാട് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മൾ പറയുമ്പോൾ, ദൈവം നമ്മളോട് തിരിച്ചു പറയുകയാണ്, ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. മനസ്സിലായോ ബിജോയ് പാസ്റ്ററെ? സ്തോത്രം, ഹല്ലേലൂയ. അനേക ദൈവദാസന്മാരെ ഞാൻ കാണുകയാണ്. ദൈവദാസന്മാരെ, സ്തോത്രം, ഞാൻ നിങ്ങളെ ആമേൻ സ്തോത്രം പഠിപ്പിക്കുകയാണെന്നൊന്നും ചിന്തിക്കല്ലേ. സ്തോത്രം. ദൈവം നമ്മളോട് ചോദിക്കുന്നു, എന്ത് കാണുന്നു? ദൈവം ആഗ്രഹിക്കുന്ന ഉത്തരം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, ദൈവം പറയുകയാണ്, ഞാനത് നിവർത്തിക്കാൻ പോകുകയാണ്. ചില ശുശ്രൂഷകളെ നിവർത്തിക്കാൻ പോകുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞ ആലോചനകളെ നിവർത്തിക്കാൻ പോകുന്നു. ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങളെ ഞാൻ നിവർത്തിക്കാൻ പോകുന്നു. യെസ്, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയെങ്കിൽ ചില വിടുതലിന്റെ തടസ്സം എന്താണ്? ആമേൻ. ദൈവം നമ്മളോട് ചോദിക്കുക, നീ എന്ത് കാണുന്നു? നീ എന്നെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് എന്താണ്? സഭയെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് എന്താണ്? എന്റെ വരവിനെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് എന്താണ്? വിശ്വാസ ജീവിതത്തെ കുറിച്ചുള്ള നിന്റെ ഇൻസൈറ്റ് എന്താണ്? സ്തോത്രം. ഇതിന് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നതിന് മറുപടി അവിടെ കൊടുക്കുമ്പോൾ, ദൈവം നമ്മളെ നോക്കി പറയും, ഞാനത് നിവർത്തിക്കാൻ പോകുകയാണ്. ഈ ഉപവാസത്തിൽ കർത്താവിനോട് പറയുന്നു, ദൈവത്തിന്റെ ആലോചന ദൈവം നിവർത്തിക്കും. യെസ്, എന്റെ വചനം നിവർത്തിക്കും. ദൈവത്തിന്റെ ശബ്ദം നിവർത്തിക്കും. ചൂടാറാബാൽ. അതുകൊണ്ട് ഇന്ന് പകൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന മറുപടി കൊടുക്കട്ടെ. ചൂടാബാലാബാലാബ ശംധനാറബൽ ഖമനഗടകസിഹ. ഇങ്ങനെ ജീവിച്ചു പോയ ആമേ സ്തോത്രം, ആമേ ഫ്രീഡത്തോടെ ശുശ്രൂഷിച്ചു. എന്നാൽ പ്രഷറിന്റെ നടുവിലും ശുശ്രൂഷകൾക്ക് ഭംഗം വരുത്താതെ ആമേ വിളിച്ചവന്റെ വിളിക്കൊത്തവണ്ണം ശക്തമായി നിന്ന യിരെമ്യാവിനോടാണ് ദൈവം പറയുന്നത്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും. ഞാൻ കൺക്ലൂഡ് ചെയ്യുക. ദൈവിക ആലോചനകൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ടല്ലോ. സ്തോത്രം, പ്രൈസ് ഗോഡ്. അതിനും നമ്മൾ സമയം കണ്ടെത്തണമല്ലോ. ഹല്ലേലൂയ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും. ആമേൻ. ഞങ്ങൾ ദൈവദാസന്മാര്
മുകളിലും താഴെയും ഒന്നും നോക്കാതെ സ്തോത്രം ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് ദൂത് പറയും. ഇതൊക്കെ ദൂതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ്? അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല, താനും നമ്മളൊക്കെ കൈ അടിച്ച് റിസീവിങ് എന്നൊക്കെ പറയും. ഇത് ആർക്കുള്ളതെന്നറിയാമോ? ഏത് അവസ്ഥയിലും ഉറച്ചു നിൽക്കുന്നവനോട് ദൈവം പറയുക. യോശിയാവിന്റെ കാലഘട്ടത്തിൽ നന്നായി ശുശ്രൂഷിച്ചു. ദൈവം പറഞ്ഞത് അതുപോലെ പറഞ്ഞു. അടുത്ത കാലഘട്ടം വന്നു. വല്ലാത്ത പോരാട്ടവും വലിയ പ്രതികൂലവുമുള്ള ഭരണമാണ്. എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവനോടല്ല ദൈവം പറഞ്ഞത്. രണ്ട് അറ്റ്മോസ്ഫിയറില്, അല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തില്, ജീവിതത്തിന്റെ രണ്ട് വ്യവസ്ഥകളില് ദൈവത്തെ മുറുകെ പിടിച്ച്, ദൈവവചനങ്ങളെ മുറുകെ പിടിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇറങ്ങി തിരിച്ച യെരമ്യാവിനോട് ദൈവം പറയുകയാണ്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല കാലത്ത് സ്തോത്രം. സ്തോത്രം. നെഗറ്റീവ് അല്ലെങ്കിൽ പ്രയാസ കഷ്ടതകളുടെ കാലഘട്ടത്തിൽ ഒഴിഞ്ഞു മാറുന്നവരോടുകൂടെ അല്ല ദൈവമുള്ളത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ അറിഞ്ഞ ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നെ വേർതിരിച്ച ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നെ വിശുദ്ധീകരിച്ച ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നെ നിയോഗിച്ച ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ഞാൻ അവസാനം വരെ നിൽക്കും. ആ ദൈവത്തിന് വേണ്ടി ഞാൻ അവസാന ശ്വാസം വരെ നിൽക്കും. ഈ ദൈവത്തിന് വേണ്ടി, ഈ ക്രിസ്തുവിന് വേണ്ടി ഞാൻ നല്ല പോരാട്ടം തികച്ചെടുക്കുമെന്ന്, നല്ല പോർ പൊരുതുമെന്ന് ഉറച്ചു നിൽക്കുന്നവരുടെ കർത്താവ് പറയും, അവർ നിന്നോട് യുദ്ധം ചെയ്യും. പക്ഷെ നിന്നെ ജയിക്കയില്ല താനും. ഇപ്പോഴാണ് ഈ ദൂതിന്റെ കറക്റ്റ് അർത്ഥം മനസ്സിലായതല്ലേ? അങ്ങനെയെങ്കിൽ ചിലർക്ക് ഇന്ന് പകൽ ഈ വിടുതൽ കിട്ടാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ലോകക്കാരും ഇല്ലാതിരുന്നപ്പോഴും വിശുദ്ധിയോടെ നിന്ന നിങ്ങളോട് കർത്താവ് പറയുന്നു, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നിന്നെ ജയിക്കത്തില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. Jesus, I worship you, Jesus. I worship you, Jesus. സ്തോത്രം, 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 സ്തോത്രം. മറ്റൊരവസരത്തിൽ ഫോം ചെയ്ത ദൈവത്തെ കുറിച്ച് നമുക്കറിയാം. മറ്റൊരവസരത്തിൽ നമ്മളെ അറിയുന്ന ദൈവത്തെ, നമ്മളെ വേർതിരിക്കുന്ന ദൈവത്തെ, നമ്മളെ അപ്പോം ചെയ്യുന്ന ദൈവത്തെ അടുത്തൊരു മീറ്റിംഗിൽ നമുക്ക് പരിചയപ്പെടാം. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ എത്ര പേര് സമർപ്പിക്കുന്നു? അനാഥോത്തിൽ നിന്നും ലോകത്തിന്റെ അറ്റത്തിലേക്ക് ദൈവം നിയമിക്കുന്നിടത്തേക്ക് പോകുവാൻ എത്ര പേര് സമർപ്പിക്കുന്നു? പ്രിയ ചെറിയാനങ്ങളെ സ്തോത്രം. ഒരു അനാഥോത്തിൽ നിന്നൊരു വിളി വരാൻ പോകുക. ഒരു അനാഥോത്തിൽ ഒതുങ്ങുവാനുള്ള വ്യക്തിയല്ല അങ്ങ്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എന്നോട് പറയുന്നു, ദൈവം അങ്ങേ ക്യാബിനിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പോകുക. അങ്ങ് എന്തോ ചെയ്യുന്നു എനിക്കറിയത്തില്ല. സ്തോത്രം. ഒരു ക്യാബിൻ കർത്താവിനെ കാണിക്കുന്നു. അതിനകത്തുനിന്ന് കർത്താവ് അങ്ങേ പുറത്തെടുക്കും. ഞാൻ ഇവിടെ ഇരുന്ന് കൊള്ളാം, ഇതിന്റെ അകത്ത് സ്തോത്രം, കർത്താവിന് വേണ്ടി മഹത്വമുള്ളതൊക്കെ ചെയ്തു കൊള്ളാം എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥയിൽ നിന്നും എന്നോട് കർത്താവ് പറയുന്നു, ജാതികളുടെ ഒരു പ്രവാചകനായിട്ട് എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് എനിക്ക് തരുന്നു. ഒരു ട്രാൻസ്ലേറ്റിംഗ് മിനിസ്ട്രി, ബൈബിൾ ട്രാൻസ്ലേറ്റിംഗ് മിനിസ്ട്രിയുമായിട്ട് കണക്റ്റഡ് ആകാൻ പോവുകയാണ്. പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ശുശ്രൂഷയല്ല, ബൈബിൾ ട്രാൻസ്ലേറ്റിംഗ് മിനിസ്ട്രി ഉണ്ട്. അതുമായിട്ടൊരു കണക്ഷൻ പരിശുദ്ധാത്മാവ് തരും. അതുമായി ബന്ധത്തിൽ സ്തോത്രം ഇതുവരെ ബന്ധപ്പെടാത്ത ചില മേഖലകളുമായിട്ട് കർത്താവ് ബന്ധപ്പെടുത്തുമെന്ന് ഇന്നു പകൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നു. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണമേ. ഇന്ന് ദൂത് കേൾക്കുമ്പോൾ അസ്ഥികൾ ചലിക്കും കേട്ടോ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേലിനോടൊപ്പം നീ പ്രവചിക്കുക, നീ അസ്ഥികളോട് പ്രവചിക്കുക. സ്തോത്രം. അവിടെ ചില ജീവൻ വ്യാപരിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞത്, ചില പഴയതൊക്കെ മാറ്റി പുതിയത് എടുക്കാൻ പോവാ കേട്ടോ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുക,
ചിന്തിക്കുക എന്താണ്? പഴയ വാഹനങ്ങൾ മാറാൻ പോകുന്നു, ചില പഴയ വീടുകൾ മാറാൻ പോകുന്നു. സ്തോത്രം. ചില പഴയതൊക്കെ മാറ്റിയിട്ട് പുതിയ ചില വിഷയങ്ങൾക്ക് കൈ കൊടുക്കാൻ പോകുക. എന്റെ ദൈവം, ഇതൊക്കെ നടക്കുമോ? കർത്താവ് പറയുന്നത് ഇത് ആലോചനയാ. നേരത്തെ പറഞ്ഞ ഞാൻ അത് നിവർത്തിക്കും, ദൈവം അത് നിവർത്തിക്കും. സ്മാരാധം എഴുതിയിട്ട് കൊള്ളുക. അടുത്ത ദിവസം ഹല്ലേലൂയ, അടുത്ത മീറ്റിങ്ങിന് മുൻപ് ബിനാലിയനെ വിളിച്ചു പറയും സ്തോത്രം ഹല്ലേലൂയ, ചില പുതിയത് കിട്ടിയെന്ന്. വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുവല്ല കേട്ടോ, സ്തോത്രം ഹല്ലേലൂയ, പഴയത് മാറ്റിയിട്ട് പുതിയത് എടുക്കാൻ പോകുകയാ. ആബാർ ഭാഷ റമാന ഹബ്ദനാർ, ചില പുതിയ ഭവനങ്ങൾ കർത്താവിനെ കാണിക്കുന്നു. അന്ധര മിനാജക ഷൈഡമൽ ഖമൽ, ഒരു ഭവനത്തോട് ചേർന്ന് മറ്റൊരു ഭവനം ചേർത്ത് പണിയുമല്ല, പുതിയ ഭവനം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പെട്ടെന്ന് സ്തോത്രം ചില ദൂതുകളെ കൈമാറട്ടെ. മിനി മാത്യു ആൻഡി സ്തോത്രം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. മിനി മാത്യു ആൻഡി സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ഗോഡ് ജീസസ്. മാരാധാരാവ സംധർക്കസ്യ. യെസ്, സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ മാതാവേ, ദൈവത്തിന്റെ ആത്മാവൻ ഇങ്ങനെ കാണിച്ചത് സ്തോത്രം, ഒരു തോടിങ്ങനെ ഒഴുകുക. ഈ തോട്ടിൽ നിന്ന് വയലുകളിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് പോലെ കൃഷിയുടെ ടൈം ആകുമ്പോൾ, വിതയ്ക്കുന്നതിന്റെ ടൈം ആകുമ്പോൾ, സ്തോത്രം, ആ സമയമാകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, ആ വയലുകളിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിട്ട് ആ വയലുകളെ സ്തോത്രം കൃഷിക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ നനച്ചെടുക്കുന്ന പോലെ എന്നോട് കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ സ്തോത്രം വിതയുടെ സമയമാൻറ്റി കേട്ടോ. മിനി ആൻറ്റി സ്തോത്രം, വിതയ്ക്കാനുള്ള സമയമാ. ഇവിടെ വിത വല്ലത് നടക്കുമോ? ഇവിടെ എന്തെങ്കിലും ഇവിടെ ദൈവം പറഞ്ഞ ദൂതുകളൊക്കെ ഇവിടെ നടക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ എന്നോട് കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു. സ്തോത്രം, മടവെട്ടി സ്തോത്രം വെള്ളം അകത്തേക്ക് കയറ്റി സ്തോത്രം നിലത്തെ വിതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് പോലെ ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ ആലോചന അവിടെ നിറവേറത്തക്ക രീതിയിൽ ആഴമായൊരു പ്രവൃത്തി പ്രിയമാതാവ് ആ ഭവനത്തിൽ കർത്താവ് ചെയ്യുകയാ. അന്തൽ മനാപറബ ശംധന ഋഗശ്യാധരാജകസ്യ അർത്ഥൽ മാനാക ശംധനാദിയ അർത്ഥരാജകസ്യ അനുധാറ്റിയസ് സ്തോത്രം ഹല്ലേലൂയ ജോയിൻ ചെയ്ത സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ എഴുതി കാണിച്ച വിഷയങ്ങൾ അനുദാറ്റിയസ്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നത്, സ്തോത്രം, ഈ ഏലീശായെ തിരിച്ചറിഞ്ഞ ഒരു ഭവനം, പ്രവാചകനെ തിരിച്ചറിഞ്ഞ ഭവനം, യഹോവ ഭക്തനെ തിരിച്ചറിഞ്ഞ ഭവനം, യഹോവ ഭക്തനെ തിരിച്ചറിയുക മാത്രമല്ല സ്തോത്രം അദ്ദേഹത്തെ വെൽക്കം ചെയ്തൊരു ഭവനത്തെ, ആ ഭവനത്തിന്റെ സ്ഥിതി മാറ്റിയതുപോലെ, ആ ഭവനത്തിന്റെ സ്തോത്രം ശൂന്യതകളെ മാറ്റിയതുപോലെ പ്രിയ അനിത സിസ്റ്ററെ ദൈവത്തിനാത്മാവിനോട് പറയുന്നത് സ്തോത്രം അഭിഷേകത്തെ തിരിച്ചറിഞ്ഞത് ഒരിക്കലും സ്തോത്രം തിന്മയായി തീരത്തില്ല കേട്ടോ. അഭിഷേകത്തെ തിരിച്ചറിഞ്ഞതിന്റെ, അഭിഷിക്തന്മാരെ തിരിച്ചറിഞ്ഞതിന്റെ, അഭിഷിക്തന്മാരെ സ്വീകരിച്ചതിന്റെ വിടുതല ദൈവമാമിസ്തോത്രങ്ങളുടെ ഭവനത്തിൽ ചെയ്തെടുക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നു. സ്തോത്രം. പ്രിയ ജഗതമയാൻറ്റി പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് സംസാരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ. ശത്രു അടച്ച ശബ്ദത്തെ ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. സ്തോത്രം. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ശത്രു അടച്ച ശബ്ദത്തെ, ശബ്ദം എന്ന് പറയുമ്പോൾ സ്തോത്രം ചില വിടുതലിന്റെ ചില നന്മയുടെ വാർത്തകളെ പറയരുത് ആന്റി, അത് പറയരുത്. സ്തോത്ര ഭവനത്തിൽ നിന്ന് അത് പുറത്തരരുത് എന്ന് പറഞ്ഞ ആ വിടുതലിന്റെ നന്മയുടെ അനുഭവങ്ങളുടെ ആ വാർത്തകളെ, ആ ശബ്ദത്തെ ശത്രു അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചില വിടുതല ശബ്ദം അവിടെ പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാ. ആന്റിക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അകൽ ധരാദികൾ പ്രമാണകസിഹ അർത്ഥബലക ജലാതക ഷൈഡകനകസിഹ ധൂടൽമാന സന്ധാരാബ്ദ സിയാധര. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. നരസിംഹമൂർത്തിയെ പോലെ നിൽക്കുന്ന ഒരു വെല്ലുവിളി ഇന്നത്തെ ഈ ഉപവാസത്തിന്റെ ഈ ദിവസം ദൈവം അത് അഴിക്കുകയാ.
ആമേൻ. അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി വ്യക്തമാണ്. നരസിംഹ ശക്തിയെ പോലെ നിൽക്കുന്നൊരു വെല്ലുവിളി ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വെട്ടിമുറിക്കുകയാണ്. അതെല്ലാരും പ്രാർത്ഥനയോടെയായിരുന്നാട്ടെ. ഷാബാറാബൽ ഖാമാരാധിയ അർത്ഥലഘടകസി. ദൈവത്തിന്റെ ആത്മാവ് തുടർന്ന് നമ്മളോട് സംസാരിക്കട്ടെ. ജീസസ് മാഷാ ധനായ ദലഥസിഹ. ഞാൻ ആദ്യമേ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതുപോലെ കൊച്ചുമക്കളിൽ കൂടി ദൈവ ശബ്ദം ദേശം കേൾക്കാൻ പോകുകയാണ്. അടുത്ത തലമുറയിൽ കൂടി, തലമുറകളിൽ കൂടി ദൈവ ശബ്ദം ദേശത്ത് കേൾക്കാൻ പോകുകയാണ്. അകൽ താരാമാന ശബ്ദനേസിഹ. നമ്മളെല്ലാം വന്നത് ഉപവാസത്തോടു കൂടെയാണല്ലോ. ഉപവാസത്തിൽ ആത്മജ്വലനമുണ്ട്, ഉപവാസത്തിൽ കൃപാവര ജ്വലനമുണ്ട്. അതെല്ലാം കണ്ണുകളെ ഒന്ന് അടച്ച് കർത്താവിന്റെ കൃപകളാൽ നിറയ്ക്കണമേ, കൃപാവങ്ങളാൽ നിറയ്ക്കണമേ, പ്രവചന ശുശ്രൂഷയാൽ നിറയ്ക്കണമേ, വെളിപ്പാടിനാൽ നിറയ്ക്കണമെന്ന് ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രവചന ശബ്ദം കേൾക്കുവാൻ വന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയുന്നത്, നിങ്ങളിൽ ഒരു ശുശ്രൂഷയുണ്ട്, നിങ്ങളിൽ ഒരു ദൈവ ശബ്ദമുണ്ട്. അത് ഇന്ന് പകൽക്കാലം ലോകം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളിൽ കൂടി പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അതരങ്ങളെ തുറന്നു കൊടുത്താട്ടെ. അർത്ഥാരാജാബ ശംധാനാഭിയാധാരാബ അർത്ഥരബലഗജന ഹംശനാദകൾ പ്രമനഘടകസിഹ ദുഡർമാനാബ സന്ധേനേഗേദിയ അർഷനാദികൾ ധ്വനാജകസിഹ ശംധനാരകസിഹ. ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുമെങ്കിൽ, പ്രമാണത്തിന് വേണ്ടി ശക്തമായി നിൽക്കുമെങ്കിൽ നിന്റെ ഭാവിയെ ദൈവം കരുതും. ഞാൻ എന്റെ ഒരു ആന്റിയുടെ അനുഭവം ഞാൻ പെട്ടെന്ന് പറയട്ടെ. സ്തോത്രം. എന്തുകൊണ്ട് ഇത് ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നില്ല. പക്ഷെ ദൈവം അറിയാതെ ഒന്നും എന്റെ നാവിൽ ഒരു വാക്ക് ദൈവം അറിയാതെ ഇല്ല. എന്റെ ഒരു ആന്റി ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി ഒറ്റയ്ക്ക് ഇറങ്ങി വന്നു. ജെസി വർഗീസ് എന്ന ആന്റിയുടെ പേര്. സ്തോത്രം. ഏകദേശം 2 മാസം മുൻപ് ഇവിടെ വെച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ടു. സ്തോത്രം. തിരുവല്ലയിലെ നല്ലൊരു കുടുംബത്തിൽ ജനിക്കുവാൻ ഇടവന്നു. സ്തോത്രം. ആ ഭവനത്തിൽ നിന്ന് ഏകയായി വിശ്വാസത്തിൽ വന്നു. ഹല്ലേലൂയ. ഒത്തിരി ഉപദ്രവങ്ങൾ ഉണ്ടായി. സ്തോത്രം. സമുദായത്തിൽ വിവാഹം കഴിപ്പിക്കുവാൻ വീട്ടുകാർ നിർബന്ധിച്ചു. പക്ഷേ ആന്റി പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ഒരു വേർപെട്ട പൈതലിനെ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടവളാ, ഞാൻ സ്നാനപ്പെട്ടവളാ. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അതൊരു വേർപെട്ട ഒരു ബോൺ അഗൈൻ ആയിട്ടുള്ള ഒരു യുവാവിനെ മാത്രമേ ഞാൻ വിവാഹം. ഉറച്ചു നിന്നു. സ്തോത്രം. വീട്ടു തടങ്കലിലാക്കി. സ്തോത്രം. ഈ ടൈമില് എന്റെ ഉപ്പാപ്പനോട് ദൈവത്തിന്റെ ആത്മാവ് സംശയം. ഇവർ തമ്മിൽ ഒരു പരിചയമില്ല. എന്റെ ഉപ്പാപ്പൻ ട്രിവാൻഡ്രത്ത് കിടക്കുന്നു, ജെസി ആന്റി തിരുവല്ലയില് റൂമിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. എന്റെ അങ്കിള് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ M.A. വർഗീസ്, അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. തിരുവല്ലയില് ഇന്നയിടത്ത് ഇന്ന ഭവനത്തില് ഇന്ന പേരില് ഒരു വ്യക്തി ഇന്നൊരു തീരുമാനത്തോടായിരിക്കുന്നു, നീ അവിടെ ചെല്ലുക. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഞങ്ങൾക്ക് സ്നേഹത്തോടെ വിളിക്കുന്ന ജയനച്ചായൻ സ്തോത്രം എന്റെ പിതാവിനെയും സ്തോത്രം വേണ്ടപ്പെട്ട 2 പേരെ കൂട്ടിക്കൊണ്ട് ആ ഭവനത്തിൽ ചെന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീട്ടുകാര് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞങ്ങൾ ദൈവം പറഞ്ഞിട്ടാ വന്നത്. നിങ്ങളിവിടെ അടച്ചിട്ടിരിക്കുന്ന ജെസി വർഗീസ് ഉണ്ടല്ലോ, ആ ജെസി വർഗീസിനെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്കുകളെല്ലാം ജെസി ആന്റി റൂമിൽ നിന്ന് കേൾക്കുക. ജെസി ആന്റി അവിടെ നിന്ന് വിളിച്ചു പറയുക. സ്തോത്രം. M.A. വർഗീസ് പാസ്റ്ററാണോ വന്നിരിക്കുന്നത്? അങ്ങയെ കുറിച്ച് ദൈവം ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചു. സ്തോത്രം. ഓ ഹല്ലേലൂയ. ഭവനക്കാർക്ക് സ്തോത്രം നിൽക്കക്കളിയില്ലാതായി. ഇങ്ങനെയും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. പിന്നെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടന്നു. ഇന്ന് രാത്രി കാലം ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ ദൈവത്തിന് നീതി കാണും. അത് ഏത് വിഷയത്തിലുമായിക്കൊള്ളട്ടെ, വിശ്വാസത്തിന് ഉറച്ചു നിൽക്കുമെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുമെങ്കിൽ, സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമെങ്കിൽ, ദൈവം നിങ്ങളെ ദേശത്ത് മാനിക്കാൻ പോകുക. ദൈവം നിങ്ങൾ പാർക്കുന്നിടത്ത് ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കട്ടെ. അനാഥോത്തിൽ നിന്നും ജാതികളുടെ ഇടയിലേക്കും, അനാഥോത്തിൽ നിന്നും ലോകത്തിന്റെ അറ്റത്തിലേക്കും ഒരു പ്രവാചക ശുശ്രൂഷയായി ദൈവ ശബ്ദമായി ഇറങ്ങുവാൻ എത്ര പേര് തയ്യാറായിട്ടിരിപ്പുണ്ട്?
അമൽഖമന നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തില് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കാണുകയാ. അകൽധനാജകസ്യ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അസ്ഥികളുടെ വേദനകൾ മാറുന്നു. നിങ്ങളുടെ തീരുമാനത്തിന് മുൻപില് ചില മുഴകൾ മാറുന്നു. നിങ്ങളുടെ ഈ തീരുമാനത്തിന് മുൻപിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, യൂട്രസ് സംബന്ധമായ അസ്വസ്ഥതകൾ മാറുന്നു യേശുവിന്റെ നാമത്തിൽ. തീരുമാനം ഉറച്ചതെങ്കിൽ രോഗങ്ങൾ വിട്ടുമാറും കേട്ടോ. അർത്ഥാരാപ ദൈവത്തിന് വേണ്ടിയുള്ള തീരുമാനം ശക്തമെങ്കിൽ തലവേദനകൾ വിട്ടുമാറും. ധാരാപ എന്നോട് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, തൈറോയിഡുമായുള്ള ബന്ധത്തിലെ അസ്വസ്ഥതകൾ ഈ തീരുമാനത്തിന് മുൻപിൽ കത്തിക്കരിയുകയാ. ദൈവത്തിന്റെ നിയമനം ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് അർത്ഥരാജക എത്ര പേര് ഗ്രഹിക്കുന്നു. അഗതാജകസിഹ ദൈവത്തിന്റെ നിയമനം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ഞാൻ തയ്യാറാണെന്ന് ഇന്ന് പകൽ തീരുമാനമുണ്ടെങ്കിൽ അതിശക്തമായ വിടുതല നിങ്ങളുടെ ഭവനത്തിൽ നടക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നത്, സ്തോത്രം, കർത്താവ് ലാസറിന്റെ കല്ലറ മുൻപിൽ നിന്ന് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ ലാസറെ പുറത്ത് വരിക. ആ ഒറ്റ ശബ്ദം കൊണ്ട് ഒരു ലാസർ പുറത്ത് വന്നതുപോലെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, അധികം ഒന്നും പറയേണ്ട, ഒറ്റ വാക്കുകൊണ്ട് ഒരത്ഭുതം നടക്കാൻ പോകുക. അത് പറയുവാൻ ധൈര്യപ്പെടട്ടെ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നത്, 8 ദിവസം മുൻപ് തുറന്നതും അടഞ്ഞു പോയതിനെ 8 ദിവസം മുൻപ് തുറന്നു വന്നതും എന്നാൽ അടഞ്ഞു പോയതുമായ ഒന്നിനെ കർത്താവിന് തുറക്കാൻ പോവാണ്. പുറത്തു വാ എന്ന് പറയാൻ ധൈര്യപ്പെട്ടത് പറയട്ടെ. എന്നോട് കർത്താവ് പറയുന്നത്, പുറത്ത് വരാൻ പോകുക, അടഞ്ഞു പോയ വാതില് തുറക്കാൻ പോകുക. അന്ധനായ ദയമൽ പ്രമാണകഷിഹ അർത്ഥാരാജാബ ശംധർഖേരിയ രഗൽധിനാദക സനാഥിരകഷി യേശുവിന്റെ നാമത്തില് ഞാൻ ആ ഭവനത്തെ വിടുവിച്ചെടുക്കുകയാ. അഗതലകടകനകതലമലബ ശമൽധിനാദ പ്രൗഢമനകതലഷിഹ അന്ധനെ ബരാഥില പ്രൗഢൽ പ്രമാണകസിഹ ദുൽഭാരാബ ശംധാനിയ ധാരകമന അതന ഗജന പൗഡറബലകസിയാം ധന അർത്ഥന ജഗൽഖനാജകസിഹ ആഷ്പാറാസിയ ധാനബാഷ് ഷൈനി ജോർജ് ആനാവലെ ഭവനത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റിയതുപോലെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയും, ഈ ഉപവാസം കഴിഞ്ഞ 4ാമത്തെ ദിവസം നിങ്ങളുടെ ഭവനത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ പോകുക. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് ആനന്ദമായി ഭവനത്തിന്റെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് മാറ്റിയെടുക്കുന്നു. മഹേഷ് പാലക്കാട് പ്രിയപത്രേ, ഈ ഉപവാസം ഒരു ഷിഫ്റ്റിന്റെ കാലഘട്ടമാണ്. ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്നും മറ്റൊന്നിലേക്ക്, ശ്രേഷ്ഠമായതിലേക്ക് എന്റെ കർത്താവ് പിടിച്ചു കയറ്റാൻ പോകുക. അതിന്റെ വെല്ലുവിളികളെ അതിനെതിരെയുള്ള വെല്ലുവിളികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിച്ചു കൊടുക്കുന്നു. പ്രിയ റോബിയങ്ങളെ, സ്തോത്രം. ഈ ഫാസ്റ്റിംഗ് ഒരു അത്ഭുതത്തിന്റെ ഫാസ്റ്റിംഗ് ആണ്. യെസ്, ചുഴലിക്കാറ്റുള്ള നാളില് കൊടുങ്കാറ്റ് കൊണ്ട് അതിനെ പാറിപ്പിക്കുന്ന ദൈവം, ചുഴഞ്ഞ് കറങ്ങി നിൽക്കുന്ന വിഷയങ്ങളെ കർത്താവ് ശാസിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ദൂതുകൾ കൈമാറട്ടെ. താങ്ക് യു ജീസസ്. വീണ്ടും പ്രിയ ചെറിയ അനങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഏതോ ഒരു ചട്ടക്കൂടിൽ നിന്നും ദൈവം പുറത്തേക്ക് എടുക്കാൻ പോകുക. ഒരു ക്യാബിനാ ദൈവനെ കാണിക്കുന്നത്. അങ്ങനെ എന്തു ചെയ്യുമെന്ന് എനിക്കറിയുന്നില്ല. അങ്ങയുടെ ജോലി ക്യാബിനകത്താണോ, ഏതെങ്കിലും ഒരു ഓഫീസിനകത്താണോ ജോലി, ഒന്നും എനിക്കറിയത്തില്ല. ഒരു ക്യാബിൻ, അതിനകത്തു നിന്നും ദൈവം പുറത്തേക്ക് എടുക്കുകയാണ്. ജീസസ്, ഹല്ലേലൂയ. വൈഡൽ പ്രമാണകസിയാം ശമനകട കർത്താവേ, ഈ കൂട്ടായ്മയെ ബ്ലസ് ചെയ്യുന്നു.
ഓ, ഇതിനു വേണ്ടി കഷ്ടം സഹിച്ച്, ഇതിനു വേണ്ടി സ്തോത്രം ഹല്ലേലൂയ വിയർപ്പൊഴുക്കി, ആമേൻ സ്തോത്രം, ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ഒരുങ്ങി നിൽക്കുന്ന പ്രിയ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ് കർത്താവേ. വിനയന്റെ സ്തോത്രം, നിങ്ങളുടെ ഭവനത്തിൽ നിന്നും ഒരു യൗവന ശബ്ദത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. ഭവനത്തിൽ നിന്ന് ഒരു യൗവന ശബ്ദത്തെ സ്തോത്രം, ആമേൻ സ്തോത്രം. ബാക്കിയുള്ളവര് എല്ലാരും കരുതും നിങ്ങളുടെ ഭവനമായിട്ട് എനിക്ക് എന്തോ പേഴ്സണൽ ബന്ധമുണ്ടെന്ന്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ യാതൊരു കാര്യങ്ങളും അറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാദൂത് പറയുന്നതിന് അപ്പുറം ഒന്നും എനിക്കറിയത്തില്ല. എന്നോട് കർത്താവ് പറയുന്ന ഒരു യൗവന ശബ്ദത്തെ കർത്താവ് ആമേൻ സ്തോത്രം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. അകത്തൽ പ്രമാണക ശംധന റഗൽഖസിഹ രഥേമേനിയ ദഗശ്യാം ധാരാമ റഷാധനെ റഗൽഖനെ റമാറ ശാംധനെ റഗൽതുന ജഗസിയാം ധനം റമാന റബഷിഹ. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ശുശ്രൂഷയുടെ 2 വാതിൽ തുറന്നു വരും. രണ്ടിടത്ത് പോയി ഒരു ബ്രാഞ്ച് തുടങ്ങത്തക്ക രീതിയിൽ ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറഞ്ഞു. തിരുവല്ല ഭാഗം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കണക്ഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തിരുവല്ല ഭാഗം, തിരുവല്ല ചങ്ങനാശ്ശേരി ഭാഗം പരിശുദ്ധാത്മാവിനെ തുറന്നു കാണിക്കുന്നു. അഗർഥന ജഗസിയാഥ അൽഫാരവ ശബ്ദ ചില ഓപ്പണിങ്സ് ഉണ്ട്, യേശുവിന്റെ നാമത്തിൽ അർദ്ധരാജകശിയ. Praise the Lord. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. സ്തോത്രം. Hallelujah. നിങ്ങളിൽ കൂടി ദൈവശബ്ദം ദേശത്തെ മുഴങ്ങാൻ പോകുകയാകുന്നു. ജാതികളുടെ ഇടയിൽ മുഴങ്ങാൻ പോകുകയാകുന്നു. ദൈവത്തെ തള്ളിപ്പറഞ്ഞവർ, ദൈവശബ്ദത്തെ തള്ളിക്കളഞ്ഞവർ, ഉപേക്ഷിച്ചവർ, കേൾക്കണ്ട എന്ന് പറഞ്ഞവർ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന ദിവസങ്ങളാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ആ ദൂത് കൈമാറുവാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വേണ്ടി ഞാൻ വീണ്ടും ഉറപ്പിക്കട്ടെ, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ദൈവം പറയും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ നിന്നെ ജയിക്ക ഇല്ല താനും. ഒന്നുകൂടി പറയട്ടെ, ആമേൻ സ്തോത്രം. അനാഥോത്തിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ചില ശ്രേഷ്ഠന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ആത്മീയ ഗോളത്തിലും ആമേൻ സ്തോത്രം, ആമേൻ ഭൗതിക ലോകത്തിലും ദൈവം മഹത്വമുള്ളതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. വീണ്ടും ദൈവപ്രവൃത്തികളോടുകൂടെ തമ്മിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.